ഏകസത്യദൈവമായ യഹോവ എന്ന നാമമുള്ള നമ്മുടെ പിതാവാം ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവും രക്ഷകനുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തെങ്കിൽ നിന്നും ആശ്വാസപ്രദനും സഹായകനും വഴികാട്ടിയുമായിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ നാമത്തെങ്കിൽ നിന്നും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കൃപയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. മിസ്റ്റർ സന്തോഷ് ഡേവിഡ്, പാസ്റ്റർ സന്തോഷ് ഡേവിഡ്, നിങ്ങൾ ഒരു മണ്ടനാണോ അതോ മരമണ്ടനാണോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. അതിനുള്ള കാരണം ഇങ്ങനെയാണ്. അതായത് ഹാരിസ് മദനിയെ ഞാൻ ബഹുമാനപ്പെട്ട ഹാരിസ് മദനി എന്ന് പറഞ്ഞു. മുഹമ്മദ് ഈസായെ എൻ്റെ പ്രിയ സഹോദരൻ മുഹമ്മദ് ഈസ എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല. അവർക്ക് ബഹുമാനം കൊടുക്കാൻ പാടില്ല. അവരെ പ്രിയ സഹോദരൻ എന്ന് പറയാൻ പാടില്ല. കാരണം അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ക്രിസ്ത്യാനിയായ താങ്കളെ കാണുന്നത് ശത്രുവായിട്ടാണ്. താങ്കളെ കാണുന്നിടത്ത് വെച്ച് കൊന്നുകളയണം, യുദ്ധം ചെയ്യണം എന്നിത്യാദിയുള്ള ഖുർആൻ ആയത്തുകൾ അവരെനിക്ക് അയച്ചു തന്നു. ഏകദേശം 24 ആയത്തുകൾ അവർ എനിക്ക് അയച്ചു തന്നു. അത് വായിച്ചിട്ട് സത്യത്തിൽ എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് പ്രത്യേകിച്ചുള്ള ഒരു വികാരവും തോന്നിയില്ല. മാത്രമല്ല, ഹാരിസ് മദനിയോടും മുഹമ്മദ് ഈസായോടും എൻ്റെ സ്നേഹം വർദ്ധിക്കുകയും ചെയ്തു. ഇവരോട് മാത്രമല്ല, സകല മുസ്ലിം സ്നേഹിതരോടും ഇപ്പോൾ ഞാൻ ഇറക്കുന്ന വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ട് അല്പമായി മോശ വർത്തമാനമൊക്കെ പറയാൻ ശ്രമിക്കുന്ന സകല ഇസ്ലാം സ്നേഹിതരോടും എൻ്റെ സ്നേഹം കുറച്ചും കൂടെ വർദ്ധിച്ചു. എന്താ കാരണം? എന്തുകൊണ്ടാണ് ഈ 24 ആയത്തുകൾ എനിക്ക് എഴുതി അയച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഭാരവും തോന്നാഞ്ഞത്, ഒരു വൈരാഗ്യവും തോന്നാഞ്ഞത്? കൃത്യമായ കാര്യം പറയാം. അതിനു മുമ്പ് ആ ചില ആയത്തുകൾ ഒരു 2 എണ്ണമെങ്കിലും വായിച്ചു കേൾപ്പിക്കണം. ഒന്ന് സൂറ 9 123 സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇസ്ലാം അല്ലാത്ത എല്ലാവരോടും അടുത്ത് താമസിക്കുന്ന അയൽക്കാരോട് യുദ്ധം ചെയ്യണം. അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഇനി മറ്റൊരു ആയത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സൂറ 5:21 സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്നാരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ച. അതായത് ബഹുമാനപ്പെട്ട ഹാരിസ് മദനിക്കും എൻ്റെ പ്രിയ സഹോദരനായ മുഹമ്മദ് ഈസായ്ക്കുമൊന്നും എന്നെ ഉറ്റമിത്രമായി കാണാൻ പറ്റത്തില്ലെന്നാണ് ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. അത് അവരുടെ വിഷയം. ഇസ്ലാം വിശ്വാസത്തെയും പഠിപ്പിക്കലിനെയും ചോദ്യം ചെയ്യുവാൻ എനിക്ക് അല്പം പോലും താല്പര്യമില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇവരെ എൻ്റെ പ്രിയ സഹോദരന്മാരായി കണക്കാക്കുന്നതും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നത്? എന്നെ പഠിപ്പിച്ച വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രമാണമനുസരിച്ച് ഇവരെ സ്നേഹിക്കണം,
അവരെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നതാണ്. അതായത് സ്വർഗത്തിലെ പിതാവാം ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം തൻ്റെ വിശുദ്ധ വചനത്തിലൂടെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ്. പ്രത്യേകിച്ച് വചനം പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാരെ സ്നേഹിക്കണം. അതായത് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന ഈ വിശ്വാസമുള്ള എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷാവിധിയുണ്ട്. അത് മരണത്തിങ്കിലേക്ക്, പ്രീ മെച്വർ ഡെത്തിലേക്ക് നയിക്കുന്ന പാപമാണെന്ന്, സഹോദരനെ സ്നേഹിക്കാത്തത് കൊണ്ട് ദീർഘായുസ് നഷ്ടപ്പെടുമെന്നൊക്കെ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ വചനം ഒരു ഭർത്താവിനോട് കൽപ്പിക്കുന്നു, ഭാര്യയെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കണം. ഞാൻ എങ്ങനെ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നുവോ അതുപോലെ ഭാര്യയെ സ്നേഹിക്കണം. മൂന്നാമതായി, എൻ്റെ കൂട്ടുകാരനെ അഥവാ എൻ്റെ അയൽക്കാരനെ എന്നെപ്പോലെ സ്നേഹിക്കണം. ഞാൻ എങ്ങനെ എന്നെ സ്നേഹിക്കുന്നുവോ അതുപോലെ ബഹുമാനപ്പെട്ട ഹാരിസ് മദനിയെയും മുഹമ്മദ് ഈസായെയും സ്നേഹിക്കണം. അതിൻ്റെ ആഴം മനസ്സിലായോ? ഞാൻ എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നത്? ഞാൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ആളാണ്. അതുപോലെ ഞാൻ എൻ്റെ അയൽക്കാരായ, കൂട്ടുകാരായ ഇവരെ എല്ലാവരെയും സ്നേഹിക്കണം. അതുകൊണ്ട് തീർന്നില്ല, ശത്രുവിനെ സ്നേഹിക്കണം. എന്നെ ദ്വേഷിച്ച, എന്നെ ഉപദ്രവിച്ച, എന്നെ പീഡിപ്പിച്ച, എനിക്കെതിരെ നിൽക്കുന്ന, പ്രവർത്തിക്കുന്ന എൻ്റെ ശത്രുവിനെ ഞാൻ സ്നേഹിക്കണം. ശത്രുവിനെ സ്നേഹിക്കും മുമ്പ് അവൻ എന്നോട് ചെയ്ത സകല ദ്രോഹങ്ങളും ഞാൻ ക്ഷമിച്ചിരിക്കണം. ഒരുപക്ഷെ അവൻ്റെ മുമ്പിൽ പോയി ക്ഷമ ചോദിക്കുവാൻ അവൻ അനുവദിക്കത്തില്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ക്ഷമിച്ചിരിക്കണം. എൻ്റെ ഹൃദയത്തിൽ നിന്ന് അവനെ വിട്ടയച്ചിരിക്കണം. അവൻ എന്നോട് എത്ര ദ്രോഹം ചെയ്താലും, എനിക്ക് എത്ര നഷ്ടം വരുത്തിയാലും അത് കണക്കാക്കാതെ ക്ഷമിച്ച് അവനെ എൻ്റെ ഹൃദയത്തിൽ നിന്നും വിട്ടയക്കുകയും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അവനു വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു കർത്താവ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ എന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ശത്രുവിനെയും കൂടെ സ്നേഹിക്കണം എന്നുള്ള പ്രമാണം എനിക്കുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ എനിക്ക് ശത്രുക്കളായിട്ട് ആരും തന്നെയില്ല. ആരൊക്കെ എന്നെ ഉപദ്രവിച്ചാലും, എനിക്കെതിരെ ദോഷം പറഞ്ഞാലും ആരും എനിക്ക് ശത്രുക്കളായിട്ടില്ല. അതെൻ്റെ മനോഭാവമാണ്. എങ്ങനെയാണ് ആ മനോഭാവം ഉണ്ടായത്? വചനം പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവം എന്നെ യേശുക്രിസ്തു മുഖാന്തരം തൻ്റെ നിത്യരാജ്യം പ്രാപിക്കുവാൻ, നിത്യ തേജസ് പ്രാപിക്കുവാൻ തിരഞ്ഞെടുത്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യക്തമായൊരു പ്രമാണമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപമായി പണിയപ്പെടണം, യേശുവിനെ പോലെ ആകണം. ഈ ഭൂമിയിൽ ജീവിച്ച ഏക സമ്പൂർണ്ണ മനുഷ്യൻ നസ്രയനായ യേശു കർത്താവാണ്. ദ പെർഫെക്റ്റ് മാൻ ഹു എവർ ലീവ്ഡ് ഇൻ ദിസ് വേൾഡ്, ദാറ്റ് ഈസ് ജീസസ് ഓഫ് നാസറത്ത്. ഒരു കുറവുമില്ലാത്ത, ഒരു വീഴ്ചയുമില്ലാത്ത, ഒരു പാപവുമില്ലാത്ത, ഒരശുദ്ധിയുമില്ലാത്ത, വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും പൂർണ്ണ വിശുദ്ധനായ തികഞ്ഞ ഏക മനുഷ്യൻ
കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ദൈവം തന്നെയാണ്, പക്ഷേ ഈ ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യനായിട്ടാണ്. ആ മനുഷ്യനായ, സമ്പൂർണ്ണ മനുഷ്യനായ യേശു കർത്താവിനെ പോലെ ഞാനും പൂർണ്ണ മനുഷ്യനാകണം. അതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു മുഖാന്തരം സ്വർഗത്തിലെ എൻ്റെ പിതാവാം ദൈവം എന്നെ വിളിച്ചത്. അവൻ്റെ പരിശുദ്ധ ആത്മാവിനെ എൻ്റെ അകത്ത് തന്ന് എൻ്റെ ആളത്വത്തെ, എൻ്റെ സ്വഭാവത്തെയൊക്കെ പണിതെടുത്തുകൊണ്ടിരിക്കുന്നത് യേശു കർത്താവിനെ പോലെ തികഞ്ഞ മനുഷ്യനാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഏതൊരു വ്യക്തിയെയും സ്നേഹിക്കുക എന്നത് എൻ്റെ പ്രമാണമാണ്, വിശുദ്ധ വചനമാണ്. സ്നേഹം എന്താണെന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തിയത് സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവാം ദൈവം ലോകത്തെ സ്നേഹിച്ചു. സകല മനുഷ്യവർഗത്തിൻ്റെയും പകരക്കാരനായി, സകല മനുഷ്യവർഗത്തിൻ്റെയും പാപങ്ങളെയും ശാപങ്ങളെയും വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ സകല മനുഷ്യർക്കും പകരം മരണമനുഭവിപ്പാൻ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ വിട്ടു തന്നതാണ് ഏറ്റവും വലിയ സ്നേഹം. സത്യത്തിൽ യേശുക്രിസ്തു ദൈവമാണ്. അവനെ പിതാവാം ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ രഹസ്യം ഇതാണ്. അതായത് ഒരു പിതാവിനും തൻ്റെ ഏകജാതനായ പുത്രനെ മറ്റാർക്കെങ്കിലും വേണ്ടി മരിപ്പാൻ ഏൽപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ പിതാവ് യേശുവിനെ തൻ്റെ സ്വന്തം പുത്രൻ എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി തന്നത് അവൻ പിതാവായി നമ്മെ സ്നേഹിച്ചതുകൊണ്ട് അവൻ്റെ പുത്രനെ നമുക്ക് തന്നു എന്ന അർത്ഥത്തിലാണ്. ഇനി സ്നേഹമെന്ന വാക്കിന് നിർവചനം കൊടുത്തത് യേശുക്രിസ്തുവാണ്. അതിനു മുമ്പ് സ്നേഹമെന്ന വാക്കിന് ഒരു നിർവചനമില്ല. എന്താ സ്നേഹത്തിൻ്റെ നിർവചനം? ജീവൻ അഥവാ രക്തം എന്നാണ്. യേശു കർത്താവ് തൻ്റെ രക്തം, തൻ്റെ ജീവൻ നമ്മെ വിലയ്ക്കു വാങ്ങുവാൻ, നമ്മുടെ ജീവൻ്റെ പകരം വിലയായി അർപ്പിച്ച് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും നമ്മെ എന്നേക്കുമായി വിലയ്ക്കു വാങ്ങിയതിലൂടെ സ്നേഹമെന്ന പദത്തിന് അർത്ഥമുണ്ടായി. ജീവൻ കൊടുക്കുക എന്നാണ്. ഈ യേശുവിനെ അനുഗമിക്കുന്ന, ഈ യേശുവിൻ്റെ മകനായതുകൊണ്ട് എനിക്ക് ഹാരിസ് മദനിയെയും യേശുവിനെയും അവൻ്റെ പഠിപ്പിക്കലുകളെയും നിന്ദിക്കുന്ന സകല ഇസ്ലാം സ്നേഹിതന്മാരെയും ബഹുമാനിക്കാൻ കഴിയും. അവരെല്ലാവരെയും എൻ്റെ പ്രിയ സ്നേഹിതന്മാർ, പ്രിയ സഹോദരൻ എന്നെനിക്ക് വിളിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ നിത്യമായ സ്നേഹത്തിലേക്ക്, ഈ നിത്യമായ ബന്ധത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. God bless you all.